ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് പ്രപ്പോസിഷൻ ഓഫ് ടൈമാണ്, അല്ലെങ്കിൽ ടൈം വേർഡ്സ് എന്നും പറയും. ഓക്കെ, പ്രപ്പോസിഷൻ ഓഫ് ടൈം അതിൽ 3 എണ്ണമായിട്ടാണ് തരംതിരിച്ചത്. ഇന്ന്, ഓൺ, എറ്റ്. അപ്പോൾ ഇന്ന് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഇന്നെന്ന് പറയുമ്പോൾ മാസങ്ങളെയാണ് സൂചിപ്പിക്കുക. ഇന്ന് അല്ലെങ്കിൽ ഇയർ, മന്ത് ഓർ ഇയർ എന്നാണ് ഇന്നിൽ പറയാം. അതായത് ഇൻ ജൂലൈ, ഇൻ 2002 ഇയർ എന്ന് പറയുമ്പോൾ. പിന്നെ ഓൺ എന്ന് പറയുമ്പം മാസങ്ങൾ, ഡേറ്റ്, സൺഡേ ഡേ എന്നൊക്കെ പറയും. ഡേ അല്ലെങ്കിൽ ഡേറ്റ് കൂട്ടിയിട്ട് മാസം കൂട്ടി പറയാം. അങ്ങനെ, അതായത് ഓൺ സൺഡേ, ഓൺ 14th ഫെബ്രുവരി അങ്ങനെയൊക്കെ പറയുമ്പോൾ. പിന്നെ ടൈം കാണിക്കുമ്പോൾ, ക്ലോക്കിൽ സമയം കാണിക്കുമ്പോഴാണ് എറ്റ് എന്ന് പറയാം. അറ്റ് 7 PM, അറ്റ് 8 PM, അറ്റ് 9 PM, അറ്റ് 9:30 PM, അറ്റ് 5 PM, 5 AM, അറ്റ് 5 AM എന്നൊക്കെ പറയാം. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഷീ എക്സസൈസസ് അറ്റ് 5 PM, 5 AM. രാവിലെ നേരത്തെ അവൾ എക്സസൈസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാവാൻ ഇംഗ്ലീഷിലേക്ക് പറയാം. ഷീ എക്സസൈസസ് അറ്റ് 5 AM. ദേ റെസ്റ്റ് ഓൺ വെനസ്ഡേ. അവർ റെസ്റ്റ് എടുത്തു വെനസ്ഡേ, ബുധനാഴ്ച. ദേ റെസ്റ്റ് ഓൺ വെനസ്ഡേ, ഓൺ വെനസ്ഡേ എന്നാ പറയാം. പിന്നെ ഹി മെഡിറ്റേറ്റ്സ് അറ്റ് 8 PM. അവർ യോഗ ചെയ്തു, അല്ലെങ്കിൽ 8 PM. രാത്രി 8 മണിക്ക് അവർ യോഗ ചെയ്തു. അപ്പം ഹി മെഡിറ്റേറ്റ്സ് അറ്റ് 8 PM. ഞാൻ 2018 ജോയിൻ ചെയ്തു. ഐ ജോയിൻഡ് ഇൻ 2018 എന്നാ പറയാം. ഇൻ 2018. ഐ പ്രേ അറ്റ് 6 AM. ഞാൻ പ്രാർത്ഥിച്ചു 6 PM, 6 മണിക്ക് സന്ധ്യ നേരത്ത് ഞാൻ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ഐ പ്രേ അറ്റ് 6 PM. ഷീ വിൽ റിലാക്സ് ഓൺ തേഴ്സ്ഡേ. അവൾ തേഴ്സ്ഡേ റിലാക്സ് ചെയ്യും. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അവൾ തേഴ്സ്ഡേ റിലാക്സ് ചെയ്യുന്ന എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഷീ വിൽ റിലാക്സ് ഓൺ തേഴ്സ്ഡേ. ഹീ വിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ 2030. അവൻ 2030 പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഹീ വിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ 2030. അവർ 8 PM കഴിച്ചു. ദേ എയ്റ്റ് അറ്റ് 8 PM. നമ്മൾ മാർച്ചിൽ സെലിബ്രേറ്റ് ചെയ്യും. വി വിൽ സെലിബ്രേറ്റ് ഇൻ മാർച്ച്. നീ ഇന്നലെ വന്നു. യു കെയിം യെസ്റ്റർഡേ. ഞാൻ രാവിലെ 5 മണിക്ക് ഉണരും. ഐ വേക്കപ്പ് അറ്റ് 5 AM. ഓക്കെ, ക്ലിയർ ആണ് അത്രയും. പിന്നെ അടുത്തത്, അവൾ സൺഡേ വിസിറ്റ് ചെയ്യും. ഷീ വിൽ വിസിറ്റ് ഓൺ സൺഡേ. അവൻ രാവിലെ 5 മണിക്ക് ഓടി. ഹീ റൺസ് അറ്റ് 5 AM മോർണിംഗ്, അല്ലെങ്കിൽ ഹീ റൺസ് അറ്റ് 5 AM അങ്ങനെ പറഞ്ഞാലും മതി. അവർ ഒക്ടോബറിൽ യാത്ര ചെയ്യും. ദേ വിൽ ട്രാവൽ ഇൻ ഒക്ടോബർ. നമ്മൾ ജൂൺ 20 ഒത്തുകൂടും. വി വിൽ മീറ്റ് ഓൺ 20 ജൂൺ. ഞാൻ രാത്രി 8 മണിക്ക് ഉറങ്ങി. ഐ സ്ലെപ്റ്റ് അറ്റ് 8 PM. അവൻ ഫെബ്രുവരിയിൽ ഷോപ്പ് ചെയ്യും. ഹീ വിൽ ഷോപ്പ് ഇൻ ഫെബ്രുവരി. അവൻ നാളെ പഠിക്കും. ഹീ വിൽ സ്റ്റഡി ടുമോറോ. അവർ 2027 സെലിബ്രേറ്റ് ചെയ്യും. ദേ വിൽ സെലിബ്രേറ്റ് ഇൻ 2027. ഞാൻ രാവിലെ 10 മണിക്ക് എക്സസൈസ് ചെയ്യും. ഐ വിൽ എക്സസൈസ് അറ്റ് 10 AM. ഓക്കെ, പിന്നെ ഇംഗ്ലീഷ് സെൻറ്റൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ അടുത്ത സെക്ഷൻ അതാണ്. വിച്ച് മന്ത് വിൽ യു ട്രാവൽ നെക്സ്റ്റ്? ഐ വിൽ ട്രാവൽ ഇൻ ജൂലൈ. വിച്ച് ഇയർ ഡിഡ് യു ഗ്രാജുവേറ്റ് ഫ്രം കോളേജ്? ഐ ഹാഡ് ഗ്രാജുവേറ്റഡ് ഫ്രം കോളേജ് ഇൻ 2020. വിച്ച് മന്ത് ഈസ് റിപ്പബ്ലിക് ഡേ? റിപ്പബ്ലിക് ഡേ എന്നാണ്? റിപ്പബ്ലിക് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ 26th January എവറി ഇയർ. അവിടെ ഓണാണ് കേട്ടോ വരിക, ഡേറ്റും മാസവും ഉണ്ട്. അപ്പം പറയുമ്പോൾ 26th January, ഓൺ 26th January എവറി ഇയർ എന്ന് പറയും. വാട്ട് ടൈം ഡു യു ജനറലി ഈറ്റ് ഡിന്നർ? ഐ ജനറലി ഈറ്റ് ഡിന്നർ അറ്റ് 9:30 PM. എറ്റാണ് സമയമില്ലേ, അപ്പോൾ സമയത്തിന് മുന്നിൽ എറ്റ് വേണം.
വിച്ച് ഇയർ ഡിഡ് യു ലാസ്റ്റ് ട്രാവൽ സംവർ? ഐ ഹാഡ് ട്രാവൽഡ് ടു ആസാം ഇൻ 2023. കൊല്ലം വരുമ്പോൾ ഇന്നെന്ന് വരും. ഓക്കെ.